ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. വലിയ മഹത്തായ ഒരു ബൈത്താണത്. ഇത് എല്ലാ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാര ശേഷവും 7 പ്രാവശ്യം ചൊല്ലിയാൽ ഈമാനുള്ള മരണം ഉറപ്പാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു, ഇലാഹി എൻ്റെ ഇലാഹേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളൊരു വ്യക്തിയല്ല. സ്വർഗത്തിൽ കടക്കാൻ എനിക്കൊരു അർഹതയുമില്ല. സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. എത്ര നന്മ ചെയ്താലും സ്വർഗത്തിൽ കടക്കാനുള്ളൊരു കാരണമാകില്ല. കാരണം അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നന്ദിയായിട്ട് തന്നെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് സ്വർഗത്തിൽ കടക്കേണ്ടത്. പക്ഷേ നമ്മൾ തിന്മ ചെയ്യരുത്. തിന്മ ചെയ്താൽ അള്ളാഹു തആല ശിക്ഷിക്കും. നരകം തരുന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നന്മ ചെയ്താൽ സ്വർഗം തരുമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നന്മ ചെയ്യണം. ആ നന്മ ചെയ്യുമ്പോൾ തന്നെ, പക്ഷേ നന്മ ചെയ്തത് കൊണ്ട് നന്മ സ്വീകരിച്ചാൽ തന്നെയും നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ മാത്രം കർമ്മങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ സ്വർഗം ലഭിക്കില്ല. നമുക്ക് മാത്രമല്ല കേട്ടോ, അമ്പിയാക്കൾക്കും അങ്ങനെ തന്നെയാണ്. ആ അമ്പിയാക്കൾക്ക് ജീവിതത്തിൽ ഒരു തെറ്റും വരാത്തവരാണ് അമ്പിയാക്കൾ. തെറ്റിൽ നിന്ന് മുക്തമായവരാണ് എന്നല്ലേ നമ്മുടെ വിശ്വാസം. അവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു തെറ്റും വരാത്ത അമ്പിയാക്കൾക്ക് പോലും സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം മസ്റ്റാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലെങ്കിൽ അവർക്കും ലഭിക്കില്ല സ്വർഗം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ലോകത്തെ ഏറ്റവും ടോപ്പ് ലീഡർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വർഗം ലഭിക്കുന്നത്, മറ്റു അമ്പിയാക്കൾക്കും സ്വർഗം ലഭിക്കുന്നത്, എല്ലാവർക്കും സ്വർഗം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിൻ്റെ ഫളിലില്ലാതെ, ഔദാര്യമില്ലാതെ ഒന്നും കിട്ടൂല, സ്വർഗം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി അങ്ങേക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്നുണ്ടോ? അങ്ങ് ധാരാളം കർമ്മം ചെയ്ത വ്യക്തിയല്ലേ, അങ്ങക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലാതെ സ്വർഗം ലഭിക്കൂലേ? അങ്ങയുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് തന്നെ സ്വർഗം ലഭിക്കൂലേ? നബി തങ്ങൾ പറഞ്ഞില്ല, എനിക്കും അങ്ങനെ ലഭിക്കില്ല. എനിക്കും സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് എനിക്കും സ്വർഗം ലഭിക്കുന്നതെന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് റഹ്മത്തുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ നമ്മൾ പാടുപെടുന്നത്, ഇവിടെ അധ്വാനിക്കുന്നതിനാൽ. നമ്മുടെ ലോകം അടുത്തതാണ്. ആ അടുത്ത ലോകത്ത് നമുക്ക് സക്സസ്ഫുൾ ആകണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ആരാധനകളും കർമ്മങ്ങളും നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ ബൈത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് അറിയോ? ഇത് ജുമുഅയ്ക്ക് ശേഷം ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ചൊല്ലിയാൽ, 7 പ്രാവശ്യം ചൊല്ലിയാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്നാണ്. അഥവാ സ്വർഗം ലഭിക്കാൻ ഒരു കാരണമാകുമെന്നാണ് ഷാഫിഈ ഇമാം പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഓ അല്ലാഹുവേ, ഞാൻ അർഹനല്ല, എൻ്റെ സ്വർഗം ലഭിക്കാൻ ഞാൻ അർഹനല്ല. എൻ്റെ കർമ്മങ്ങൾ നോക്കിയാൽ എൻ്റെ സ്വർഗം ലഭിക്കാൻ ഒരിക്കലും എനിക്ക് അവകാശമില്ല. വലാ ഖ്വാ അലാ നാരിൽ ജഹീമി, പക്ഷേ നീ എന്നെ നരകത്തിലേക്ക് ഇടുകയാണെങ്കിൽ നരകത്തിൻ്റെ അതിമഹത്തായ ചൂട്, നരകത്തിൻ്റെ ഉഷ്ണം, നരകത്തിൻ്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയൂല. നരകത്തിൽ എന്നെ വെന്തുരുകുന്ന നരകത്തിലിട്ടാൽ അതെനിക്ക് അസഹ്യമാണ്, ചൂട് സഹിക്കാൻ കഴിയൂല.
നരകത്തിലെ അവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഭീതിപ്പെടുത്തുന്ന രംഗമാണ് നരകത്തിലുള്ളത്. ഇവിടുത്തെ തീയുടെ 70 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയുള്ളത്. എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ തീ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സ്പർശിച്ചാൽ തന്നെ കൈ പൊള്ളിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ വെച്ചാൽ നമ്മൾ തന്നെ അങ്ങ് വെന്തുരുകിപ്പോയി. എത്ര മനുഷ്യന്മാർ വെന്ത് മരിച്ചുപോയി, എത്ര ബിൽഡിങ്ങുകൾ വെന്ത് ഇല്ലാതെയായിപ്പോയി, എത്ര നഗരങ്ങൾ, എത്ര പട്ടണങ്ങൾ, എത്ര പർവ്വതങ്ങൾ കത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, ലാവ എന്ന് പറയുന്ന പർവ്വതം കത്തിയിട്ടുണ്ട്. അതേ കത്തിയിട്ട് പലപ്പോഴും കടൽ പോലും കത്തിയിട്ടുണ്ട്. വെള്ളമുള്ള കടലിൽ പോലും കത്തിയ അവസ്ഥകൾ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇവിടുത്തെ ചൂടാണ്. ഈ ചൂടിൻ്റെ 70 ഇരട്ടി ചൂടുള്ള നരകമുണ്ട്. ആ നരകത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കാൻ മഹാന്മാർ പതിവാക്കിയിരുന്ന ഒരു ബൈത്താണ് ഇത്. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി. ജീവിതത്തിൽ നിഷ്കളങ്ക ഉയർത്തിയ, ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്ത, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവിച്ച, 7 വയസ്സിൻ്റെ മുമ്പ് ഖുർആൻ പഠിച്ച, 10 വയസ്സിൻ്റെ മുമ്പ് മുഖത്ത് മനപ്പാടമാക്കിയ, 15 വയസ്സിൻ്റെ ഉള്ളിൽ ലോകോത്തരങ്ങളിൽ പണ്ഡിതന്മാരെ കൂട്ടത്തിൽപ്പെട്ടൊരാളായി ഫത്വ കൊടുത്ത, എല്ലാ വിഷയത്തിലും അവഗാഹം നേടിയ, അള്ളാഹുവിൻ്റെ ഇൽമിന് വേണ്ടി സഞ്ചരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അവിടുന്ന് ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരാൾ ജനിക്കാനുണ്ട്. ആ ആളുടെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ വൈജ്ഞാനികം കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ എൻ്റെ കുടുംബത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഷാഫിഈ ഇമാമിനെ കുറിച്ചാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഷാഫിഈ ഇമാമിനെ പേടിയാണ് നരകം. ഫഹബിലി തൗബതൻ, അല്ലാഹുവേ എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് തൗബ ചെയ്യാനുള്ള അവസരം നൽകണം. എനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം തരണം. തൗബ സ്വീകരിക്കുന്ന രൂപത്തിൽ തൗബ ചെയ്യണം. വഗ്ഫിർ ദുനൂബി, എൻ്റെ തെറ്റുകളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. ഷാഫിഈ ഇമാം പറയാണ്, എൻ്റെ തെറ്റുകൾ പൊറുക്കണേ അല്ലാഹ്. ഷാഫിഈ ഇമാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി, എത്ര കൂടുതൽ തെറ്റ് ചെയ്താലും നീ പൊറുക്കുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ തെറ്റുകളൊന്ന് പൊറുത്തു തരണേ അല്ലാഹ്. ഷാഫിഈ ഇമാമാണ് പറയുന്നത്. ജീവിതത്തിൽ അബദ്ധം വന്ന വ്യക്തിയല്ല, ജീവിതത്തിൽ കറാഹത്ത് ചെയ്തവരല്ല, ജീവിതത്തിൽ ഹറാമ് ചെയ്തവരല്ല. എന്നിട്ടും അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത്, അല്ലാഹുവിൻ്റെ വിശാലമായ ഔദാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച്, അവൻ്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ച് ആലോചിച്ച് അവനിലേക്ക് മടങ്ങുന്ന താഴ്മയുള്ള സംസാരം നടത്തിയ ആ ഇമാമാണ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഷാഫിഈ റളിയല്ലാഹു അൻഹു പാടിയതാണിത്. ഇത് സർവ്വ കിതാബുകളിലും കാണാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ജഹീമാകുന്ന നരകം എനിക്ക് സഹിക്കാൻ കഴിയൂല അല്ലാഹ്. അതുകൊണ്ട് നിന്റെ ത്വാഅത്തിലായി എനിക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ അവകാശിയല്ല ഞാൻ, പക്ഷേ നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം നൽകണം. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള അവസരം നൽകണം. എൻ്റെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാഹ്. ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി, എത്ര തെറ്റ് ചെയ്താലും പൊറുക്കുന്ന, ധാരാളമായി പൊറുക്കുന്ന, നന്നായി ദോഷങ്ങൾ പൊറുക്കുന്ന യജമാനനായ അല്ലാഹ്, നീ എൻ്റെ ദോഷങ്ങളൊന്ന് പുറത്തു തരണേ അല്ലാഹ്. ഷാഫിഈ ഇമാം പ്രാർത്ഥിച്ചു വെക്കുകയാണ്. ഇത് മഹാന്മാരുടെ പ്രാർത്ഥനയാണ്. ഈ ബൈത്ത് നമ്മളും ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ബൈത്ത് മാത്രം ചൊല്ലിയാൽ മതി എന്നതിന് അർത്ഥമില്ലല്ലോ. നിസ്കാരം, നോമ്പും കർമ്മങ്ങളൊക്കെ വേണം. അതില്ലാത്തത് ചൊല്ലിയാൽ ഇതൊരു നിലക്കും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം.